ഈ ഒരു ക്ലാസ്സിലാണെങ്കിൽ എക്സാം നടക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ കുട്ടികളൊന്നും ചില്ലറക്കാരായിരുന്നില്ല കേട്ടോ. എക്സാം സ്റ്റാർട്ട് ചെയ്തതും പുറത്ത് 2 പോലീസുകാരും 2 ടീച്ചർമാരും തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരുത്തനാണെങ്കിൽ തന്റെ ഷൂവിന്റെ അടിഭാഗം കീറിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരുപാട് ബുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നൈസായിട്ട് മുകളിലും താഴിലും നോക്കി അവൻ കോപ്പി അടിക്കുകയാണ്. സാറ് വന്നിട്ട് എന്താണ് നീ ചെയ്യുന്നത്, നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ സാറിനാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മറ്റൊരുത്തൻ കൈയുടെ ഗ്യാപ്പിൽ ഒരു ഡമ്മി കൈ തിരികെ കയറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നായിരുന്നു കോപ്പി അടിച്ചുകൊണ്ടിരുന്നത്. സാറ് വന്നിട്ട് മര്യാദക്ക് തുണ്ടിങ് തന്നോ എന്ന് പറയുമ്പോൾ അവനൊന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. കൈ പൊന്തിക്കാൻ പറഞ്ഞെങ്കിലും കൈയും പൊന്തിച്ച് കാണിക്കുന്നുണ്ട്. ആ ഡമ്മി കൈ സാറ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റൊരുത്തന്റെ ഡ്രസ്സ് ആണെങ്കിൽ അവൻ പിടിച്ച് വലിക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ടും വലിയാൻ തുടങ്ങാൻ. അതിൻ്റെ ഉള്ളിൽ മുഴുവനും ആൻസേഴ്സ് ആയിരുന്നു കേട്ടോ. വേറൊരുത്തിയാണെങ്കിൽ തന്റെ വാച്ച് പിടിച്ച് വലിക്കുന്ന സമയത്ത് അതും അതിൻ്റെ ഉള്ളിലെ ആൻസർ മാത്രമായിരുന്നു ഉണ്ടായത്. തല പൊട്ടി ഇപ്പം മരിക്കാനാവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുത്തി ബാൻഡേജ് ഇട്ട് വന്നത്. എന്നാൽ തലയുടെ മുകളിൽ മൊത്തം കോപ്പി അടിയായിരുന്നു. ഇവൻ കുറച്ച് വ്യത്യാസപ്പെട്ടവനാണ്. അതായത് ഇവൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് കോപ്പി അടിക്കുന്നത്. ഇവന്റെ ഫ്രണ്ട് അപ്പുറത്ത് നിന്ന് എഴുതുന്നുണ്ടാവും. ഇവൻ എന്തോ ഒരു സാധനത്തിന്റെ ഉള്ളിൽ തന്റെ പേന ഇട്ടതും ഫ്രണ്ട് എന്താണ് എഴുതുന്നത് അത് ഇവനെ കൊണ്ടും എഴുതാൻ